ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് ദേഷ്യം, അല്ലേ? അപ്പോൾ ഈ ദേഷ്യത്തെ എങ്ങനെ നിയന്ത്രിക്കാം? അതിന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു വഴി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു സംഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രവാചകന്റെ സദസ്സിൽ രണ്ടുപേര് തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കിടുകയാണ്. അതിലൊരാൾക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ആളുടെ മുഖമൊക്കെ ചുവന്നു തുടുത്ത് നിയന്ത്രണം വിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീൻ, അല്ലേ? അപ്പോ ഈ ഒരവസ്ഥ കണ്ടിട്ട് പ്രവാചകൻ അവിടെയുള്ളവരോട് പറയാണ്, എനിക്കൊരു വാക്കറിയാം, അതയാള് പറഞ്ഞിരുന്നെങ്കിൽ ഈ ദേഷ്യമൊക്കെ അപ്പത്തന്നെ പോയേനെ. എന്തായിരിക്കും ആ വാക്ക്? ശരിക്കും ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നില്ലേ? ആ വാക്ക് ഇതാണ്: ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അതായത്, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിൽ ശരണം തേടുന്നു. പക്ഷേ വെറുതെ ഈ വാക്ക് പറയുന്നതിലല്ല കാര്യം. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, പ്രവാചകൻ ഇതാരോടാണ് പറഞ്ഞത്, എങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്നതിലാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പ്രവാചകൻ ഈ വാക്ക് പറഞ്ഞുകൊടുത്തത് ആ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ആളോടല്ല, മറിച്ച് അവിടെ കാഴ്ചക്കാരായിരുന്നവരോടാണ്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം സിമ്പിളാണ്. ലഹരിക്കടിമപ്പെട്ട ഒരാളോട് നിങ്ങളെ ലഹരിയുടെ ദോഷത്തെപ്പറ്റി പറഞ്ഞാൽ അയാൾ കേൾക്കുമോ? ഇല്ല. അതുപോലെയാണ് ദേഷ്യവും. ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല. പരിഹാരം അതിനു മുൻപേയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോ ഈ തയ്യാറെടുപ്പ്, അതാണ് ഏറ്റവും പ്രധാനം. പ്രശ്നം വരുന്നതിനു മുൻപ് തന്നെ നമ്മുടെ ഉള്ളിലൊരു ആത്മീയ കോട്ട പോലെ ഒന്ന് പണിയണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഭാഗം. ഇവിടെ വളരെ രസകരമായൊരു കാര്യമുണ്ട്. ഇസ്ലാമിൽ ക്ഷമയ്ക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് സബ്ർ, അതായത് സാഹചര്യങ്ങളോടുള്ള ക്ഷമ. ഇപ്പോൾ ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ നമ്മൾ ക്ഷമിക്കില്ലേ? അതാണ് സബ്ർ. പക്ഷെ മറ്റൊന്നുണ്ട്, ഹിൽമ്. ഇതാണ് ആളുകളോടുള്ള ക്ഷമ. ആരെങ്കിലും നമ്മളെ കളിയാക്കുമ്പോൾ, ദേഷ്യം പിടിപ്പിക്കുമ്പോൾ, അപ്പോൾ കാണിക്കുന്ന ക്ഷമ. നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ ഹിൽമ എന്നതിനെക്കുറിച്ചാണ്. അപ്പോ ഈ ഹിൽം അല്ലെങ്കിൽ സഹിഷ്ണുത എന്ന ആശയത്തെക്കുറിച്ച് ഖുർആൻ എന്താണ് പറയുന്നതെന്ന് നോക്കിയാലോ? അതിന്റെ പവർ എത്രത്തോളമുണ്ടെന്ന് കാണാം. ഖുറാനില് ജാഹിലൂൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അറിവില്ലാത്തവർ എന്നൊക്കെ തോന്നാം. പക്ഷെ അതല്ല ഇവിടത്തെ അർത്ഥം. ഇവിടെ ജാഹിൽ എന്ന് പറയുന്നത് മനഃപൂർവ്വം നമ്മളെ പ്രകോപിക്കാൻ വരുന്ന, പരുഷമായി സംസാരിക്കുന്ന, ഒരു കാരണവുമില്ലാതെ പ്രശ്നമുണ്ടാക്കാൻ നോക്കുന്ന ആളുകളെയാണ്. അപ്പോ ഇങ്ങനെയുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം? ഖുർആൻ പറയുന്നത് വളരെ വ്യക്തമാണ്. അവർ സമാധാനത്തിന്റെ വാക്കുകളോടെ പ്രതികരിക്കുന്നു, അതായത് സലാം. ചുരുക്കി പറഞ്ഞാൽ, അവരോട് തർക്കിക്കാൻ നിൽക്കേണ്ട, ഒരു സലാം പറഞ്ഞ് അങ്ങൊഴിഞ്ഞു മാറുക, പീസ്ഫുള്ളായിട്ട്. ശരി, ഇതൊക്കെ തിയറിയാണ്. ഇനി പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കിയാലോ? ഈ തത്വം എങ്ങനെയാണ് പ്രാവർത്തികമാക്കിയതെന്ന് കാണാം. ഈ സംഭവം ഒന്ന് കേട്ടുനോക്കൂ. ഒരു ഗ്രാമീണനായ അറബി വന്ന് പ്രവാചകന്റെ മേൽമുണ്ടിൽ പിടിച്ചിട്ട് ഒറ്റ വലിയ, കഴുത്തിൽ പാടുവീഴുന്ന അത്രയ്ക്ക് ശക്തിയില്, എന്നിട്ട് ഉറക്കെ ചോദിക്കുകയാണ്, അല്ലാഹു നിനക്ക് തന്ന സ്വത്തിൽ നിന്ന് എനിക്കും താ. ഒന്നോർത്തു നോക്കൂ, എത്ര വലിയ പ്രൊവൊക്കേഷനാണ്. പക്ഷെ പ്രവാചകൻ എന്താ ചെയ്തത്? ദേഷ്യപ്പെട്ടില്ല. പകരം പുഞ്ചിരിച്ചുകൊണ്ട് ആ മേൽമുണ്ട് ഊരി അയാൾക്ക് കൊടുത്തിട്ട് കുറച്ചു സഹായം കൂടി നൽകാൻ കൽപ്പിച്ചു. ഇതാണ് ഹിൽമ്, അതിന്റെ ഏറ്റവും മികച്ച രൂപത്തിൽ. ഇങ്ങനെ ക്ഷമിക്കുന്നത് വെറുമൊരു നല്ല സ്വഭാവം മാത്രമല്ല, ഇതിനു പിന്നിൽ വലിയൊരു ദൈവീകമായ പ്രതിഫലം കൂടിയുണ്ട്. അതെന്താണെന്ന് നോക്കാം. അബൂബക്കറിന്റെ ജീവിതത്തിലെ ഒരു സംഭവം നോക്കാം. ഒരാൾ അദ്ദേഹത്തെ ഒരു കാരണവുമില്ലാതെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ ഒന്നും മിണ്ടാതെ ക്ഷമിച്ച് കേട്ടിരുന്നു. ആ സമയത്ത് പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് അത് നോക്കിയിരുന്നു. കാരണം ഒരു മാലാഖ അബൂബക്കറിനു വേണ്ടി മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കുറേ കേട്ടപ്പോൾ അബൂബക്കറിനും സഹികെട്ടു. അദ്ദേഹം തിരിച്ച് ഒരു വാക്കു പറഞ്ഞു. പറഞ്ഞതും ആ മാലാഖ അവിടുന്ന് പോയി. പകരം പിശാചു വന്നു. പ്രവാചകന്റെ മുഖത്ത് ചിരിയും മാഞ്ഞു. അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റുപോയി. കണ്ടോ വ്യത്യാസം? നമ്മൾ ക്ഷമിക്കുമ്പോൾ മാലാഖയുടെ സപ്പോർട്ട്, പ്രതികരിക്കുമ്പോൾ പിശാച്ചിന്റെ സപ്പോർട്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഒരാൾ നമ്മളെ അപമാനിക്കുമ്പോൾ അത് ക്ഷമിക്കുന്നത് ഒരു കുറച്ചിലല്ല. പ്രവാചകൻ പഠിപ്പിക്കുന്നതെന്തെന്നാൽ, അല്ലാഹുവിന്റെ പേരിൽ ഒരു അന്യായം ക്ഷമിച്ചാൽ അല്ലാഹു അയാൾക്ക് ആദരവും ശക്തിയും വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ പവർഫുൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ശക്തി? ഈ സംഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തില് ശക്തി എന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടി ചിന്തിച്ചു നോക്കാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സൈക്കോളജി. നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുന്ന ആളുടെ ലക്ഷ്യമെന്താണ്?
നമ്മളെ അവരുടെ ലെവലിലേക്ക് താഴ്ത്തണം. എന്നിട്ട് അവർക്ക് പറയാം, കണ്ടോ, ഇവനും ഞാനും തമ്മിലൊരു വ്യത്യാസമില്ല, ഇവനും എന്നെപ്പോലെ തന്നെയാണ്. അവരുടെ ആ ട്രാപ്പില് നമ്മൾ വീഴാതിരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ശക്തിയുടെ നിർവചനം തന്നെ മാറുകയാണ്. സാധാരണ നമ്മൾ എന്താ വിചാരിക്കുക? ഗുസ്തിയിലെ മറ്റൊരാളെ തോൽപ്പിക്കുന്നവനാണ് ശക്തൻ. പക്ഷെ പ്രവാചകൻ പഠിപ്പിച്ച യഥാർത്ഥ ശക്തി അതല്ല. ദേഷ്യം വരുമ്പോൾ ആ ഒരു നിമിഷത്തിൽ സ്വയം നിയന്ത്രിക്കാൻ ആർക്കാണോ കഴിയുന്നത്, അവനാണ് യഥാർത്ഥ ശക്തൻ. അപ്പൊ അവസാനം ഞാൻ ഈയൊരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഒരാൾക്ക് നിങ്ങളെ പ്രകോപിപ്പിച്ച് നിങ്ങളുടെ കൺട്രോൾ കളയാൻ പറ്റുന്നുണ്ടോ? അതോ നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ പ്രതികരണങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ തന്നെയാണോ ഇരിക്കുന്നത്? ആരാണ് നിയന്ത്രിക്കുന്നത്? ഇതൊന്ന് ആലോചിച്ചു നോക്കുക.